ഹലോ ഫ്രണ്ട്സ്, നമ്മളിനി ബയോസ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. സോ എൻ്റെ റെഫറൻസ് ടെക്സ്റ്റ് സെയിം ആണ്, സോബൻ പീറ്റർ ആൻഡ് മഹാജൻ. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ പി വാല്യൂ, വേരിയബിൾ, അതിൻ്റെ എല്ലാം ടൈപ്സ് പഠിച്ചു. പി വാല്യൂവിൻ്റെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയി. ഇനി നമ്മൾക്ക് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ 2 മെയിൻ ടൈപ്സ് ഓഫ് മെഷേഴ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. അതായത് നമ്മുടെ വേരിയബിൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി 2 ടൈപ്സ് ഓഫ് മെഷേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ബ്രോഡായിട്ട് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും മെഷേഴ്സ് ഓഫ് വേരിയേഷൻ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് വേരിയേഷന് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നും പറയും. ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ദ ലൊക്കേഷൻ ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ദ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ ഡേറ്റ സെറ്റ്. അത് എവിടെയാണ് ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഗ്രാഫ് ഓർമ്മയില്ലേ, ഒരു നോർമൽ കർവിൻ്റെ. അപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. എക്സും വൈയും ആക്സസിൽ ഇങ്ങനെ 2 കോളം വെച്ചിട്ട് നമ്മൾ വേരിയബിൾസ് പ്ലോട്ട് ചെയ്യുമ്പം, അതായത് ഇപ്പം ഷുഗർ ആൻഡ് ഡെൻ്റൽ കേരീസ് ആകുമ്പം 20 ഗ്രാം ഷുഗർ കഴിച്ചാക്ക് ഇത്ര കേരീസ്, അപ്പോൾ അങ്ങനെ 40 ഗ്രാം ഇത്ര. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കേവ് കിട്ടും. എപ്പോഴും ആ കേവ് ആവില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കേവ് വിചാരിക്കുക. ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇറ്റ് മെഷേഴ്സ് ദ ലൊക്കേഷൻ. അതായത് എവിടെയാണ് ഈ ഡേറ്റ സെറ്റിൽ എവിടെയൊക്കെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഇറ്റ് മെഷേഴ്സ് ദ ലൊക്കേഷൻ, ഇറ്റ് ഫോക്കസ് ഓൺ ദ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ ഡേറ്റ സെറ്റ്. അതായത് ആ ഡേറ്റ സെറ്റിന് നമുക്ക് ഒന്നിച്ച് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ, അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് തരിക. ഓക്കെ, ഇനി മെഷേഴ്സ് ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ, ഹൗ മച്ച് ഇറ്റ് ഈസ് വേരിഡ്, എത്ര ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് അറൗണ്ട് ദ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ ഡേറ്റ സെറ്റ്. അപ്പോൾ സെൻട്രൽ ടെൻഡൻസി നമുക്കൊരു വാല്യൂ തരും. നമ്മുടെ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ ഏതൊരു വാല്യൂയിൽ, ഒരൊറ്റ വാല്യൂയിൽ ഏത് വാല്യൂയിൽ എക്സ്പ്രസ് ചെയ്യാം, അത് തന്നു കഴിഞ്ഞാൽ, സോ ദാറ്റ് മെഷർ വിൽ ബി ഗിവൺ ബൈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ആൻഡ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ വിൽ ഗിവ് യു ഹൗ മച്ച് ഫാർ അല്ലെങ്കിൽ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഇസ് അറൗണ്ട് ദാറ്റ് ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ ഡേറ്റ സെറ്റ്. ആ വേരിയേഷനും കൂടെ ആ ഡേറ്റ സെറ്റിൽ നമുക്ക് കിട്ടിയ ടിപ്പിക്കൽ വാല്യൂ എത്രത്തോളം വേരിയേഷൻ ഉണ്ട് ബാക്കിയുള്ളതെന്നുമായിട്ട്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ. സോ സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് വേരിയേഷനും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സെൻട്രൽ വാല്യൂ അറൗണ്ട് വിച്ച് അതർ വാല്യൂസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ആൻഡ് സിംഗിൾ എസ്റ്റിമേറ്റ് ഓഫ് എ സീരീസ് ഓഫ് ഡേറ്റ ദറ്റ് സമ്മറൈസസ് ദ ഡേറ്റ. സോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലൊക്കേഷനാണ് അത് തരിക എന്ന് പഠിച്ചില്ലേ. സോ അപ്പോൾ അതിൻ്റെ സെൻട്രൽ വാല്യൂ, ഓക്കെ, ആ സെൻട്രൽ വാല്യൂവിലാണ് അതർ വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കത്തെ സംഭവം, അതായത് അതിൻ്റെ സെൻറ്റർ വാല്യൂ ആണ് സെൻട്രൽ ടെൻഡൻസി തരിക. ആ പേര് നോക്കുക, സെൻട്രൽ ടെൻഡൻസി വിൽ ഗിവ് യു ദ സെൻട്രൽ വാല്യൂ. സോ ആ ഒറ്റ വാല്യൂ മതി, ആ സിംഗിൾ എസ്റ്റിമേറ്റ് ഇസ് ഓൺലി ഇനഫ്. അത് മാത്രം വെച്ച് നമുക്ക് ആ എൻറ്റയർ ഡേറ്റ സെറ്റിനെ നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 2000 ആൾക്കാരുടെ ഒബ്സർവേഷൻസ് ഉണ്ട്. നമ്മൾ 2000 സ്റ്റുഡൻസിന് ഷുഗർ കൊടുത്ത് ഡെൻ്റൽ കേരീസ് വരുമോ എന്ന് നോക്കി. അപ്പോൾ ആ 2000 പേരുടെ നമുക്ക് ഒന്നിച്ച് ഡേറ്റ നമുക്കൊരു ആർട്ടിക്കിളിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ സ്റ്റഡി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണ്ടേ. സോ നമുക്ക് അതങ്ങനെ 2000 പേർക്ക് ഇങ്ങനെ പേപ്പറിൽ എഴുതി വെറുതെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ആ എൻറ്റയർ ഫ്രീക്വൻസി, ആ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഒരൊറ്റ വാല്യൂവിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. സോ ദാറ്റ് ഈസ് അവർ സെൻട്രൽ വാല്യൂ, ഓർ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആസ് മെഷേഴ്സ്, ഓർ ദാറ്റ് ക്യാൻ ബി റിപ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് എൻറ്റയർ സംഭവത്തിനെ ഒരൊറ്റൊന്നായിട്ട് കണ്ടൻസ് ചെയ്യുക. Okay, so that is measures of central tendency. So the objective is to condense the entire mass of data and also to facilitate comparison. നമുക്ക് ഇപ്പോൾ 2000 പേർക്ക് നമുക്ക് മീൻ ഡെൻ്റൽ കേരീസ് ഒരു 3.4 ആണ് കിട്ടിയത്. നമ്മുടെ മീൻ നമുക്കൊരു അത്രയും 3.4 ആണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് DMFT ആ 2000 പേരിൽ 3.4 എന്ന് പറഞ്ഞ വാല്യൂവിന് ചുറ്റിപ്പറ്റിയാണ് എല്ലാവരുടെയും കേരീസിൻ്റെ ലെവൽ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിയാൽ ഇനി വേറെ ആൾക്കാർ സ്റ്റഡി നടത്തുമ്പം ഇത് നമുക്കൊരു കമ്പയർ ചെയ്യാൻ ഒരു റെഫറൻസ് ആക്കി വെക്കാം. ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ 3.4 ആയിരുന്നു കേരീസ് കിട്ടിയത്. സോ ദാറ്റ് ഈസ് വാട്ട്, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് ഉണ്ട്. ഓക്കെ, അത് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ the measures of central tendency should be very easy to understand and compute, and it should be based on each and every item in the series, and it should not be affected by extreme observations, and should be capable of further statistical computations, and should have a sampling stability. ഓക്കെ, ഈ എക്സ്ട്രീം ഒബ്സർവേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഔട്ട്ലയേഴ്സ് എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മളെ ഒരു വാല്യൂ എല്ലാം 10, 20, 30, പിന്നെ വീണ്ടും ഒരു 20, 10, 30 അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി ഒരു 100 ഒരു 110 ഒക്കെ വന്നാൽ അത് ഔട്ട്ലയറായി, എക്സ്ട്രീം വാല്യൂസ് വന്നു അവിടെ. സോ അതാണ്, അത് എഫക്റ്റഡ് ആവരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലേക്ക് പോവാം. സോ ഫസ്റ്റ് വൺ ഇസ് അരിത്മെറ്റിക് മീൻ. അതൊരു മാത്തമാറ്റിക്കൽ എസ്റ്റിമേറ്റ് ആണ്. നെക്സ്റ്റ് ഇസ് മീഡിയൻ, അത് പൊസിഷണൽ എസ്റ്റിമേറ്റ് ആണ്. മോഡ് എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ ജസ്റ്റ് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനെയും ഡെഫിനേഷൻ പറഞ്ഞു കഴിയുമ്പം എന്തുകൊണ്ടാണ് അതിനെ മാത്തമാറ്റിക്കൽ എസ്റ്റിമേറ്റ് എന്നും എന്തുകൊണ്ടാണ് അതിനെ പൊസിഷണൽ എന്നും മറ്റേത് എന്തുകൊണ്ടാണ് ഫ്രീക്വൻസി ബേസ്ഡ് ആയെന്നും മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് ആവറേജ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെഷർ അരിത്മെറ്റിക് മീൻ. നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ഒക്കെ. ഇതിവിടെ അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് ആവറേജ്, ആ പേര് പറയുന്ന പോലെ തന്നെ. അതായത് നമ്മൾ മീൻ കാണുക സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻസ് ഇൻ ദ ഡേറ്റ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ ഡേറ്റ. എല്ലാ ഒബ്സർവേഷൻസിനെയും സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അതാണ് നമുക്ക് അരിത്മെറ്റിക് മീൻ കാണാനുള്ള ഫോർമുല. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് അരിത്മെറ്റിക് മീൻ. ചിലപ്പോൾ ഡെഫിനിഷൻ തന്നിട്ട് ചോദിക്കും ഇത് ഏത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് തന്നെ തരാറുണ്ട്. ഓക്കെ, സോ അൺഗ്രൂപ്ഡ് ഡേറ്റ ആണെങ്കിൽ ഗ്രൂപ്പ്ഡും അൺഗ്രൂപ്പ്ഡും ഉണ്ട് കേട്ടോ. അൺഗ്രൂപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഒന്നും തല്ലാതെ വെറുതെ കുറച്ച് 5, 6, 7, 8, 9, 10 എന്ന് പറയുന്ന വാല്യൂസ് തരികയാണെങ്കിൽ അതിൻ്റെ മൊത്തം സമ്മ് കാണുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അതാണ് മീൻ എന്നുള്ള അരിത്മെറ്റിക് മീനിൻ്റെ ഫോർമുല. ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ സം ഓഫ് ഓൾ ദ വേരിയബിൾസ് മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഇൻ ദ ഡേറ്റ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ അൺഗ്രൂപ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ 4 ബാഗ്സ് ഓഫ് വീറ്റ് 103, 105, 102, 104 ഒക്കെ, അതായത് അൺഗ്രൂപ്ഡ് ആണ്. ഓക്കെ, അതിന് മീൻ വെയിറ്റ് കാണാം. അപ്പം 4 വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര വാല്യൂസ് ഉണ്ട്? 4. സോ 103.5 kg ഈസ് ദ മീൻ. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് അവിടെ സെൻറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ അതിന് ഇടയിലായിട്ടാണ് ബാക്കിയുള്ള വെയ്റ്റ്സും കൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 103.5 എത്രത്തോളം വേരിയേഷൻ ഉണ്ട് നമ്മുടെ ഡേറ്റ സെറ്റിലുള്ള വാല്യൂസ്, അതാണ് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ തരിക അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് വേരിയേഷൻ തരിക. ക്ലിയർ? ഓക്കെ, വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിപ്പം ഇത് കിട്ടി, മീൻ വെയിറ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് കണ്ടോ നിങ്ങൾ ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടേബിളിൽ. അപ്പം 60 കിലോ വെയിറ്റ് ഉള്ള 10 ആൾക്കാരുണ്ട്. അതുപോലെ 61 കിലോ വെയിറ്റ് ഉള്ള 8 ആൾക്കാരുണ്ട്. സോ ഫ്രീക്വൻസി ഈസ് ഗിവൺ. ഓക്കെ, സോ ഇങ്ങനത്തെ ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ സം ഓഫ് ദ ഓൾ വേരിയബിൾസ് മൾട്ടിപ്ലൈഡ് ബൈ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, അതായത് 60 × 10 പ്ലസ് 61 × 8 പ്ലസ് 62 × 14 പ്ലസ് 63 × 16 അങ്ങനെ ചെയ്യണം. അപ്പോൾ അതായത് അവിടെ 60 വെയിറ്റ് ഉള്ള 10 ആൾക്കാരുണ്ട്. സോ 600 പേരെ നമ്മൾ അവിടെ കൗണ്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് വാട്ട് സം ഓഫ് ഓൾ ദ വേരിയബിൾസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. അതായത് 10 + 8 + 14 അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ്ഡ് ഡേറ്റയ്ക്ക് മീൻ കാണുന്നത്. സോ അതാണ് അരിത്മെറ്റിക് മീൻ. ഓക്കെ, സം ഓഫ് ദ ടോട്ടൽ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. നമ്മൾ ജസ്റ്റ് ആവറേജ് കാണുന്ന പോലെ. ക്ലിയർ? സോ ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, സെൻട്രൽ ടെൻഡൻസിയിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷറാണ് കമ്പയർഡ് ടു ദ അതർ ടു, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് മെഷർ ഫോർ വെരി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളൊരു ബെൽ ഷേപ്ഡ് കേർവ് നമുക്ക് ആലോചിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ, അങ്ങനെ ബെൽ ഷേപ്ഡ് കേർവ് പ്രോപ്പറായിട്ട് സെൻറ്ററിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റാത്തതാണ് സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. അത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അല്പം സ്ക്യൂഡ് ആയിട്ടിരിക്കും, നീങ്ങിയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് എ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അരിത്മെറ്റിക് മീനിൻ്റെ.
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്ലയേഴ്സിൻ്റെ പ്രസൻസ് ഇപ്പോൾ 10, 15, 16, 12 അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 100 എന്ന് പറയുന്ന ഒരു ഡേറ്റ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഔട്ട്ലയറിൻ്റെ പ്രസൻസ് ആയി. അപ്പം അരിത്മെറ്റിക് മീന് ഔട്ട്ലയറിനുമായിട്ട് വളരെ സെൻസിറ്റീവാണ്. ഓക്കെ, അതായത് നമ്മൾ ഔട്ട്ലയേഴ്സ് ഉള്ള ഒരു ഡേറ്റ സെറ്റ് തരുമ്പം നമ്മൾ മീൻ വെച്ചിട്ട് അരിത്മെറ്റിക് മീൻ വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസസ് ഓഫ് എറർ ഇസ് മോർ. അപ്പം നമുക്ക് അരിത്മെറ്റിക് മീൻ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് എക്സ്ട്രീം വാല്യൂസ് ഉള്ള ഡിസ്ട്രിബ്യൂഷനിൽ അരിത്മെറ്റിക് മീൻ വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഡേറ്റ സെറ്റ്. ഓക്കെ, അതാണ് നിങ്ങളിവിടെ ഓർക്കേണ്ടത്. സോ അതാണ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇസ് മീഡിയൻ. ഓക്കെ, അപ്പോൾ മീൻ കഴിഞ്ഞു, ഇനി നമ്മൾ മീഡിയനിലേക്ക് പോവാണ്. സോ മീഡിയൻ ഇറ്റ് ഈസ് എ മിഡിൽ വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ അരിത്മെറ്റിക്കൽ മീൻ ഞാൻ അവിടെ ഹിന്റ് തന്നു, ദാറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ എസ്റ്റിമേറ്റ്. അതായത് നമ്മൾ ഫുൾ മാത്സ് ആണ്, പ്ലസ് ചെയ്തു ആൻഡ് ഡിവൈഡഡ്. സോ ദിസ് ഇസ് ലൈക്ക് മിഡിൽ വാല്യൂ. അപ്പോൾ അതൊരു പൊസിഷനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് ഈസ് എ പൊസിഷണൽ എസ്റ്റിമേറ്റ്. ഇറ്റ് ഈസ് എ മിഡിൽ വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇൻ എ വേ ദാറ്റ് ഹാഫ് ഓഫ് ദ യൂണിറ്റ്സ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഹാവ് എ വാല്യൂ സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ദ മീഡിയൻ. അല്ലേ, ഇപ്പോൾ നമ്മൾ 1 to 9 എടുക്കുകയാണെങ്കിൽ 5th 1 ആണ് മിഡിൽ വാല്യൂ. അപ്പോൾ 5ൻ്റെ അപ്പുറം 1 to 4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 5. 5 കൂടെ കൂട്ടുകയാണെങ്കിൽ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 5. അതിൻ്റെ ഇപ്പുറത്തോട്ടുള്ളത് 1/2 ഹാവ് എ വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മീഡിയൻ. 5 കൂട്ടുകയാണെങ്കിൽ 5നേക്കാളും കൂടുതലും 5നോട് ഈക്വലും ആയിട്ടുള്ള വാല്യൂ 6, 7, 8, 9. ഓക്കെ, അതാണ് ഒരു ഹാഫ് അതിനെ കുറവും മറ്റേ ഹാഫ് അതിനേക്കാളും കൂടുതലും ആയിരിക്കും. സോ അതാണ് മീഡിയൻ ആൻഡ് ഇറ്റ് ഇസ് എ മിഡിൽ വാല്യൂ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ആൻഡ് ദേ ആർ ഇൻസെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ്. ഓക്കെ, അരിത്മെറ്റിക് മീനിനെ പോലെ അല്ല മീഡിയൻ. എക്സ്ട്രീം വാല്യൂസിനോട് ഇൻസെൻസിറ്റീവ് ആണ്. അതായത് ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമുക്ക് മീഡിയൻ വെച്ച് റിപ്പോർട്ട് ചെയ്താൽ ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ മെഷർ ഫോർ സെൻട്രൽ ടെൻഡൻസി ഇൻ എ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാറുണ്ട്. എന്താ അവർ ചോദിക്കുകയെന്ന് വെച്ചാൽ ഒരു കുറേ ഡേറ്റ തരും, കുറേ സെറ്റ് ഓഫ് വാല്യൂസ് തരും. 10 വേണ്ട, ഓക്കെ 100, 200, 300. ഫോർ എക്സാമ്പിൾ 100 തരും, 200 തരും, പിന്നെ 250, 150, 120 അങ്ങനെ എല്ലാം ഒരു 200 ആ ഒരു റേഞ്ചിൽ തന്നിട്ട് പെട്ടെന്ന് ഒരു 1000 കൂടെ അതിൻ്റെ ഇടയിൽ തരും, അല്ലെങ്കിൽ ഒരു 5000 കൂടെ ഇടയിൽ തരും. സോ ഇങ്ങനെ ഒരു ഡേറ്റ സെറ്റ് തന്നാൽ ഏത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഏറ്റവും ആപ്റ്റ് എന്ന് ചോദിച്ച് കാണാറുണ്ട്. സോ അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് മീഡിയൻ ആണ്. സോ മീഡിയൻ ഈസ് ഇൻസെൻസിറ്റീവ് to the extreme values or to the presence of outliers. So it is a useful measure of central tendency in a highly skewed distribution. എപ്പോഴും ഓർത്തിരിക്കണേ. Okay, then all the observations are arranged in the order of magnitude and the middle value is selected as median. ഓക്കെ, അപ്പം എല്ലാം ആ മാഗ്നിറ്റ്യൂഡിൻ്റെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അതിലെ മിഡ് വാല്യൂ നമ്മൾ മീഡിയൻ ആയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, അതായത് ഇപ്പം 10 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അത് ഈവൺ നമ്പറാണ്. അതുപോലെ 9 ഒബ്സർവേഷൻ ദാറ്റ് ഈസ് ഓഡ് നമ്പർ. ഓക്കെ, 9 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 5th 1 ആണ് മിഡ് വാല്യൂ. അതായത് 4 ഇപ്പുറവും 4 അപ്പുറവും. സോ 5th 1 ഇസ് അവർ മിഡ് വാല്യൂ. സോ ദാറ്റ് ഈസ് എ മീഡിയൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ അതിനെ നമുക്കൊരു ഇക്വേഷനായിട്ട് n+1/2, അപ്പം 5ാമത്തെ വാല്യൂ അങ്ങനെ പോയാലും നമുക്ക് കറക്റ്റ് സെൻറ്റർ ഏതാണ് നമ്പർ ആട്ടോ കിട്ടുക, എത്രാമത്തെ ആ വാല്യൂ എന്നുള്ളത് നമുക്ക് n+1/2 ഓർ ദ മിഡിൽ വാല്യൂ അങ്ങനെയാണ് കിട്ടുക, എത്രാമത്തെയാണ് മിഡിൽ വാല്യൂ എന്നുള്ളത്. ഓക്കെ, ദെൻ ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ നമ്മൾ ഇത് കാണണം, എന്താ പറയുക, 2 മിഡിൽ വാല്യൂസിൻ്റെയും കൂടെ ആവറേജ്. ഓക്കെ, മീൻ ഓഫ് ദ മിഡിൽ 2 വാല്യൂസ് ഇസ് ടേക്കൺ ആസ് ദ അതായിരിക്കും നമ്മുടെ മീഡിയൻ. ഓക്കെ, അതിൻ്റെ മീൻ. ഓക്കെ, ക്ലിയർ. ഈവൺ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ മീൻ ഓഫ് ദ 2 മിഡ് വാല്യൂസ് ഇസ് ടേക്കൺ ആസ് ദ മീഡിയൻ. സോ ക്ലിയർ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഔട്ട്ലയേഴ്സ്. അതെപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ, മീഡിയൻ. അപ്പം ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും എക്സ്ട്രീം വാല്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് മീഡിയൻ വെച്ചിട്ടാണ്. റിമെമ്പർ, സോ മീഡിയൻ ഈസ് ആപ്റ്റ് ഫോർ ഹൈലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ പോണത് മോഡാണ്. ഓക്കെ, സോ മീൻ കഴിഞ്ഞു, മീഡിയൻ കഴിഞ്ഞു, ഇനി നമ്മൾ മോഡിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പം മീന്
അരിത്മെറ്റിക് എസ്റ്റിമേറ്റ്, പൊസിഷണൽ എസ്റ്റിമേറ്റ്. മോഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ഓർമ്മയുണ്ടോ? ഫ്രീക്വൻസി എസ്റ്റിമേറ്റ് ആണ്. സോ വാട്ട് ഈസ് മോഡ്? മോഡ് ഓർ ദ മോഡൽ വാല്യൂ ഇസ് ദാറ്റ് വാല്യൂ ഇൻ എ സീരീസ് ഓഫ് ഒബ്സർവേഷൻസ് വിച്ച് ഒക്കേഴ്സ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി. ഓക്കെ, അതായത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ്, അതാണ് മോഡ്. ഏറ്റവും കൂടുതൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഒബ്സർവ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ മോഡായിട്ട് വിളിക്കുന്നത്. ക്ലിയർ? മോഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണോ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ അത് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, ചില പ്രോബ്ലംസ് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോഡ് തരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മീഡിയനും മീനും തന്നിട്ട് കാൽക്കുലേറ്റ് ദ മോഡ് എന്ന് പറയും. സോ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. Mode is equal to 3 median minus 2 mean. Okay, that is what? When mode is ill-defined, it can be calculated using this relation. That is 3 median minus 2 mean. അതാണ് മോഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ഹിൻറ്റ് വളരെ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഇസ് അരിത്മെറ്റിക് മീൻ. And if there is an extreme value in the series, which is the apt measure of central tendency, it is a median. And to know which value has got the highest influence in the series, അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. സോ വിച്ച് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വി ക്യാൻ യൂസ്, ദാറ്റ് ഇസ് മോഡ്. ഓക്കെ, ആൻഡ് ഓൾവേസ് റിമെമ്പർ ദർ വിൽ നെവർ ബി എ നെഗറ്റീവ് മോഡ് ഫോർ എനി ഡിസ്ട്രിബ്യൂഷൻ. ഒരിക്കലും മോഡ് നെഗറ്റീവ് ആയിരിക്കില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻട്രൽ ടെൻഡൻസി കാൺ ബി നെഗറ്റീവ്? സോ ദ ആൻസർ ഇസ് മോഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒരു സ്നാപ്ഷോട്ടാണ്. മീൻ എന്ന് പറയുന്നത് ആവറേജ്. അപ്പോൾ അതാണ് ആ ഫോർമുല. ഇ എക്സ്, അതായത് സിഗ്മ സം ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ. ഓക്കെ, മീഡിയൻ എന്ന് പറയുന്നത് സിംപ്ലി ദ മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ 3, 5, 6, 9, 15 തന്നു കഴിഞ്ഞാൽ 6th one ഇസ് ദ മീഡിയൻ വാല്യൂ. ഓക്കെ, ഈവൻ ഡേറ്റ ആണെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ആവറേജ്, ദാറ്റ് ഇസ് 7 + 5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദെൻ അടുത്ത എക്സാമ്പിൾ മോഡിൻ്റെ 3, 5, 7, 5, 6, 5. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ ഏതാ? സോ ദാറ്റ് ഇസ് 5. സോ ദാറ്റ് ഇസ് എ മോഡ്. ഓക്കെ, സോ അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, ക്ലിയർ ആയിട്ട് വെച്ചോളൂ കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മീൻ, മീഡിയൻ, മോഡിൽ. വളരെ ട്വിസ്റ്റഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അടുത്ത് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നോക്കാം. ഓക്കെ, അപ്പം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഞാൻ നേരത്തെ ക്ലൂ തന്നു. ഡിസ്പേർഷൻ ഓർ വേരിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് സ്പ്രെഡ് ഓർ വേരിയേഷൻ ഓഫ് ദ വേരിയബിൾ അബൌട്ട് എ സെൻട്രൽ വാല്യൂ. അതായത് സെൻട്രൽ വാല്യൂന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ്, അതാണ് നമുക്ക് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആ ഡീവിയേഷൻ, അതായത് സെൻട്രൽ വാല്യൂ ആണ് നമ്മുടെ സെൻട്രൽ ടെൻഡൻസി തരുന്നത് അല്ലേ, ആ സെൻട്രൽ വാല്യൂന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ്. ഓക്കെ, അതാണ് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനുമായിട്ട് അതിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ നമ്മളൊരു ഒബ്സർവേഷൻ്റെ റിപ്പോർട്ടിംഗ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെൻട്രൽ വാല്യൂവും വേണം, പ്ലസ് അതിൽ നിന്ന് എത്ര ഡീവിയേറ്റഡ് ആണ് ഓരോ വാല്യൂസും. അപ്പോഴേ ആ റിപ്പോർട്ടിംഗ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഡിസ്പേർഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. റേഞ്ച് ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ സോബൻ ബീറ്ററിൽ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറഞ്ഞിട്ടുള്ളൂ. ഈവൻ പാർക്കിലും ഇത് മൂന്നെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പൾസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റേഞ്ച് എന്താണെന്ന് നോക്കാം. റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഓക്കെ, സിംപ്ലസ്റ്റ് മെത്തേഡാണ് നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് സ്മോളസ്റ്റ് ഐറ്റം ആൻഡ് ദ വാല്യൂ ഓഫ് ലാർജസ്റ്റ് ഐറ്റം. അതായത് സ്മോളും ലാർജും ഐറ്റം തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഇപ്പം 50യും 10ഉം, അതായത് 10 ഒരു ലോവസ്റ്റ് വാല്യൂയും 50 ഒരു ഹയസ്റ്റ് വാല്യൂ. നമുക്കൊരു 10 സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. അതിൽ ഒരു ലോവസ്റ്റ് വാല്യൂ കിടക്കുന്ന 10ഉം ഹയസ്റ്റ് വാല്യൂ കിടക്കുന്ന 5ഉം ആണെങ്കിൽ ആ 50 ആണെങ്കിൽ നമ്മുടെ 50 - 10 ആ ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് സ്മോളസ്റ്റ് ഐറ്റം ആൻഡ് ദ വാല്യൂ ഓഫ് ലാർജസ്റ്റ് ഐറ്റം. Okay, this measures gives no information about the values that lie between the extreme values. Extreme values in the ഇടയിലുള്ള ഇതിനെ പറ്റിയൊന്നും ഒരു ക്ലൂവും തരില്ല റേഞ്ച്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഫ്ലക്ച്വേഷൻസ് ഫ്രം സാമ്പിൾ ടു സാമ്പിൾ അല്ലേ. അപ്പം നമ്മുടെ സാമ്പിളും നമ്മുടെ വാല്യൂസും അനുസരിച്ച് ഇത് ചേഞ്ച് വരുത്തും. കാരണം ഇത് റേഞ്ച് എന്ന് പറയുമ്പോൾ ആ വേർഡ് തന്നെ ആലോചിക്കുക, റേഞ്ച്. അപ്പം ഒരു റേഞ്ചാണ് നമുക്ക് തരുന്നത്. ഹയസ്റ്റ് വാല്യൂയും ലോവസ്റ്റ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് റേഞ്ച് കൊണ്ട് തരുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ മീൻ ഡീവിയേഷനാണ്. ഓക്കെ,
മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ ഡീവിയേഷൻസ് ഫ്രം ദ അരിത്മെറ്റിക് മീൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൻട്രലായിട്ട് നിൽക്കുന്ന സംഭവം എന്താണ്? നമ്മുടെ അരിത്മെറ്റിക് മീൻ. അതിൽ നിന്ന് എത്രത്തോളം ഓരോരോ വാല്യൂസും ഡിഫറെൻ്റ് ആണ്, ഓരോരോ വാല്യൂസും അതിൽ നിന്ന് എത്രത്തോളം ഡിഫർ ചെയ്യുന്നു, അതിൻ്റെ ആവറേജ്, അതാണ് മീൻ ഡീവിയേഷൻ. ഓക്കെ, അപ്പം ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചില സമയത്ത് ചിലപ്പോൾ ഇക്വേഷൻസ് എല്ലാം തന്നിട്ട് ചോദിക്കാറുണ്ട്, വളരെ റെയറായിട്ട്. അല്ലെങ്കിൽ യൂഷ്വലി മീൻ ഡീവിയേഷൻ കാണാനും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അപ്പം മീൻ ഡീവിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ സിഗ്മ മീൻസ് സം ഓഫ്, ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. ആ സംഭവത്തിൻ്റെ മൊത്തത്തിലുള്ള സം, അതാണ് ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിഗ്മ. ഓക്കെ, ആ ഒരു സെഡും ഇ ഒക്കെ അല്ലാത്തൊരു സിമ്പിളില്ലേ അത്. ഓക്കെ, അപ്പം എക്സ് മൈനസ് x1 ഡിവൈഡഡ് ബൈ n. അപ്പം അരിത്മെറ്റിക് മീൻ അരിത്മെറ്റിക് മീൻ എന്ന് വെച്ചാൽ ആ സെറ്റ് ഓഫ് ഡേറ്റേൻ്റെ ആവറേജ്, ആ ആവറേജ് നിന്ന് ഓരോ വാല്യൂസും എത്രത്തോളം ഡിഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെ സമ്മ്. ഓക്കെ, സോ എക്സ് മൈനസ് x1, സോ എക്സ് ഇസ് അരിത്മെറ്റിക് മീൻ മൈനസ് x1 എന്ന് വെച്ചാൽ ഓരോ വാല്യൂസും, സോ ഇറ്റ് ഇസ് എ വാല്യൂ ഓഫ് ഈച്ച് ഒബ്സർവേഷൻ ഇൻ ദ ഡേറ്റ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പം എന്തായാലും അരിത്മെറ്റിക് മീൻ കാണണമെങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്യണം. ഓക്കെ, സോ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, അതിൻ്റെ സമ്മ്, സോ ദാറ്റ് ഇസ് മീൻ ഡീവിയേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അരിത്മെറ്റിക് മീൻ കാണണം, നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ, അതായത് ടോട്ടൽ സം ഓഫ് ടോട്ടൽ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പം നമുക്കൊരു അരിത്മെറ്റിക് മീൻ കിട്ടും. എന്നിട്ട് ഇപ്പം നമുക്ക് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 10 വാല്യൂസ് ഉണ്ട്. എന്തിൻ്റെങ്കിലും ഒരു സ്കോറാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് അതിൻ്റെ മീൻ ഡീവിയേഷൻ കാണണം. അപ്പം നമ്മൾ മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ 1 2 3 4 5 6 7 8 9 10 ആ ഡിവൈഡഡ് ബൈ 10. അപ്പം നമുക്ക് അരിത്മെറ്റിക് മീൻ കിട്ടും. ഓക്കെ, ആ ഒരു വാല്യൂ കിട്ടും. സോ ആ വാല്യൂ മൈനസ് 1, ഓക്കെ, പ്ലസ് ആ വാല്യൂ മൈനസ് 2, പ്ലസ് ആ വാല്യൂ മൈനസ് 3, പ്ലസ് ആ വാല്യൂ മൈനസ് 4, അങ്ങനെ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ അഗെയിൻ 10. സോ ദാറ്റ് വിൽ ഗിവ് യു മീൻ ഡീവിയേഷൻ. ക്ലിയർ? ഓരോന്നും നമ്മൾ അരിത്മെറ്റിക് മീനിൽ നിന്നും മൈനസ് ചെയ്യണം, ഓരോ ഒബ്സർവേഷൻസും. എന്നിട്ട് അതിൻ്റെ സമ്മ് കാണുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സോ ഇറ്റ് ഇസ് ദ ആവറേജ് ആണ്. ഓക്കെ, ആവറേജ് ചെയ്യണമെങ്കിൽ എന്തായാലും ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ചെയ്യണം, ഡിവൈഡഡ് ബൈ, so it is the average of the deviations from the arithmetic mean. Okay, so x minus x1 അതിൻ്റെ ടോട്ടൽ സം. ഓക്കെ, എന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് ഇസ് മീൻ ഡീവിയേഷൻ. അടുത്തതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതിൽ ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. Okay, so other name for standard deviation is root mean square deviation. So it is also known as root mean square deviation because it is the square root of mean of the square deviations from the arithmetic mean. So എന്താണത്? ഒന്നും മനസ്സിലായിട്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ ആ ഇക്വേഷൻ നോക്കണേ. ഓക്കെ, സോ എക്സ് ഇസ് ദ ഈച്ച് വാല്യൂ ഇൻ ദ ഡേറ്റ സെറ്റ്. ഓക്കെ, എക്സ് ഡാഷ് എന്ന് പറയുന്ന മീൻ ഓഫ് ഓൾ വാല്യൂ ഇൻ ദ ഡേറ്റ സെറ്റ്. ഓക്കെ, ആൻഡ് എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് വാല്യൂ ഇൻ ദ ഡേറ്റ സെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ടോട്ടൽ അതിൻ്റെ സമ്മ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു സ്ക്വയർ റൂട്ട് ഇട്ടു, എന്നിട്ട് നമുക്ക് ഈച്ച് വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ എത്രത്തോളം, ഈച്ച് വാല്യൂ അരിത്മെറ്റിക് മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് മൈനസ് എക്സ് ഡാഷ് അത് ഇട്ടു, എന്നിട്ട് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മീൻ കണ്ടു. സോ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എൻ ആൻഡ് അതിൻ്റെ മൊത്തത്തിലുള്ള സം ഓഫ്, അതായത് സിഗ്മ, ദെൻ സ്ക്വയർ റൂട്ട്. ഓക്കെ, അതാണ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അവസാനമാണ് സ്ക്വയർ റൂട്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇക്വേഷൻ പ്രകാരം പോയിന്നേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അരിത്മെറ്റിക് മീനിൽ നിന്ന് ഓരോ ഒബ്സർവേഷൻസും എത്ര ഡീവിയേറ്റഡ് ആണ്, അപ്പോൾ ഓരോന്നും അതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഓരോന്നും നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 5 മീന്, നമുക്ക് 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ 1 മൈനസ് 5, എന്നിട്ട് 2 മൈനസ് 5, അങ്ങനെ ഓരോരോ വാല്യൂസ് കാണുക, അതെല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് അതിന് നമ്മൾ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ ആവറേജ് കാണുക ഡിവൈഡഡ് ബൈ എൻ, എന്നിട്ട് അവസാനം സ്ക്വയർ റൂട്ട് എടുക്കുക.
ഓക്കെ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാനോ ആലോചിക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഫോർമുല പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ നോർമലി ചോദിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇക്വേഷൻസിൽ വരുന്ന ഓരോരോ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. എവിടെയാണ് മീൻ ഡീവിയേഷൻ വരുന്നത്, എവിടെയാണ് അരിത്മെറ്റിക് മീൻ വരുന്നത്, എവിടെയാണ് സാമ്പിൾ വരുന്നത്. ഓക്കെ. ഇപ്പം n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഡേറ്റ സെറ്റ് ആണ്. അപ്പം നമ്മൾ n എന്ന് പറയുന്ന സാമ്പിളാണ്, ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ. അപ്പം ഈ n കൂടുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയും. സോ അങ്ങനത്തെ റിലേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് സാമ്പിൾ സൈസ് ഇൻക്രീസസ്, ഇഫ് ദ നമ്പർ ഓഫ് ദ ഒബ്സർവേഷൻസ് ഇൻ ദ ഡേറ്റ സെറ്റ് ഇൻക്രീസസ്, ഗ്രാജുവലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ഡിക്രീസ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. സോ അതൊക്കെ ആലോചിക്കണം. ഓക്കെ. സോ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, നമ്മൾ എപ്പോഴും ഡേറ്റാസ് റിപ്പോർട്ട് ചെയ്യുമ്പം ഇഫ് ദ ഡേറ്റ സെറ്റ്സ് ആർ ഫോളോയിങ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ പ്ലസ് ഓഫ് മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയിലുള്ള ഫൈൻഡിങ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ ഇറ്റ് വിൽ ബി മീൻ പ്ലസ് ഓഫ് മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റിമെമ്പർ ദിസ് ഓൾവേസ്. ഓക്കെ. സോ മീൻ എന്ന് പറയുമ്പം അപ്പം ആ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 2000 ഡേറ്റ ഒബ്സർവേഷൻസ് ഉണ്ട്, 2000 ആൾക്കാരുടെ ഓരോ ഫൈൻഡിങ്സ് ഉണ്ട്. നമ്മുടെ ഡെൻ്റൽ കേരീസും ഷുഗറും എടുക്കാം. അപ്പോൾ 2000 ആൾക്കാരുടെ ഒബ്സർവേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആദ്യം നമ്മൾ മീൻ കണ്ടുപിടിച്ചു. ഈ 2000 ആൾക്കാർക്ക് നമുക്ക് ഡെൻ്റൽ കേരീസ് ആണല്ലോ നോക്കണ്ടേ, രണ്ടും നോക്കണം. ഇത്ര മീൻ ഷുഗർ എക്സ്പോഷർ കാരണം ഇത്ര മീൻ ഡെൻ്റൽ കേരീസ് വന്നു. അപ്പോൾ ഈ ഷുഗർ എക്സ്പോഷറിൻ്റെ മീൻ കണ്ടപ്പോൾ നമുക്കൊരു 5 ഗ്രാം എന്ന് കിട്ടി ഫോർ എക്സാമ്പിൾ. അപ്പോൾ ആ 5 ഗ്രാമിൻ്റെ 5 ഗ്രാമാണ് അവിടെ സെൻട്രൽ പൊസിഷനായിട്ട് നിൽക്കുന്നത്. ഓക്കെ. മീൻ. അപ്പം നമ്മൾ മീനായിട്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ആ മീനോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനെ ചുറ്റിപ്പറ്റിയാണ് ടോട്ടലുള്ള ഷുഗർ നമ്മൾ കൊടുത്തിട്ടുള്ള എമൗണ്ട് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ദറ്റ് മീൻ മീൻസ്. ഓക്കെ. അപ്പം 5 ആണ് നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത്. അപ്പം ആ മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് ബാക്കിയുള്ള ഒബ്സർവേഷൻസ്. അപ്പം ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 2 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ +2 ഓർ പ്ലസ് ഓഫ് മൈനസ് 2 ആണ്. അപ്പം മാക്സിമം വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ 7 ആവാം, ദാറ്റ് ഈസ് 5 + 2, 7 grams ഓഫ് ഷുഗർ ആവാം, അല്ലെങ്കിൽ 5 - 2, 3 ആവാം. ഓക്കെ. അപ്പോൾ 3 to 7 ഇടയിലാണ് നമ്മുടെ എൻറ്റയർ, അതായത് ഷുഗർ കൊടുത്തിരിക്കുന്നത്. ഏതർ 3 gram, നമുക്ക് 3 gram ആണ് ലീസ്റ്റ്, പിന്നെ 7 gram ആണ് ഹയസ്റ്റ്. അപ്പോൾ 3ൻ്റെയും 7ൻ്റെയും ഇടയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷുഗർ. അപ്പോൾ ആ 2000 ആൾക്കാരുടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഷുഗർ എത്രയാണോ നമ്മൾ ഷുഗർ കൊടുത്തതെന്നുള്ളത് നമുക്ക് ഈ ഒരൊറ്റ എന്താ പറയുക, ഇപ്പം നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 5 ± 2 എന്നുള്ള ഒറ്റ സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലായി നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഷുഗറാണ് ഈ 2000 ആൾക്കാർക്ക് കൊടുത്തത്. അപ്പം നമ്മളവിടെ കണ്ടൻസ് ചെയ്തു ഡേറ്റ. അവിടെ ഇനി വേറെ ക്ലാരിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. സോ അത്രയും അതിന് ക്വാളിറ്റി ഉണ്ട്. അപ്പം എത്രയാണോ ആ സെൻട്രൽ വാല്യൂ ആയിട്ട് വരുന്ന ഡീവിയേഷൻ, അതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരുന്നത്. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ തരും. നിങ്ങൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 5 ആണ് നമുക്ക് അരിത്മെറ്റിക് മീൻ കിട്ടിയത്. അത് 2 അപ്പറും ഇപ്പറും ആവാം. സോ +2 ആണെങ്കിൽ അതിൻ്റെ ലാർജസ്റ്റ്, -2 ആണെങ്കിൽ ലോവസ്റ്റ്. അപ്പോൾ 3 gram to 7 ഗ്രാമിൻ്റെ ഇടയിലാണ് 2000 പേർക്കും നമ്മൾ ഷുഗർ കൊടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ മീനിങ്. അവരെ ഷുഗർ കൺസ്യൂം ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷുഗറിൻ്റെ ഡിഫറൻസ് വരുന്നത് 3 - 7 ആണ്. ഓക്കെ. അപ്പോൾ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് 3 gram to 7 gram. അപ്പോൾ അതിനെ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത് അതാണ്. ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് ക്ലിയർ ആയില്ലേ? ഓക്കെ. സോ ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ എപ്പോഴും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ബെൽ ഷേപ്ഡ് ഉള്ളത് തന്നെയാണ് നമ്മൾ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് റിപ്പോർട്ട് ചെയ്യുക. റിമെമ്പർ ദിസ്. ഓക്കെ. അപ്പോൾ ഈ പിക്ചർ നോക്കൂ, നിങ്ങൾക്ക് 2 ഫോർമാറ്റിലുള്ള പിക്ചേഴ്സ് കാണാം. ഓക്കെ. അപ്പോൾ ഒന്ന് ഭയങ്കര സ്റ്റീപ്പായിട്ട് പോകുന്നുണ്ട്, ഒന്ന് നമ്മുടെ ഇങ്ങനെ വൈഡായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയുകയാണെങ്കിൽ അത് കർവ് ഭയങ്കര സ്റ്റീപ്പായിരിക്കും. ആ ഒരു എന്താ പറയുക, ആ ഒരു ഡിസ്പേർഷൻ അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ അവിടെ കുറവാണ്. സോ ഇറ്റ് ഈസ് ഗോയിങ് സ്റ്റീപ്പ്. പിന്നെ വേരിയേഷൻ കൂടുതലാണെങ്കിൽ
നമുക്ക് ആ ഒരു വൈഡായിട്ട് വരും. കാരണം ഇതിൻ്റെ എക്സ് ആക്സിസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്, നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇപ്പം 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അനുസരിച്ച് പോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് വൈ ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കും. അപ്പം ആ ഒരു എക്സ് ആക്സിസിലുള്ള വാല്യൂ കൂടുന്നതിനനുസരിച്ച് വൈ ആക്സിസിൽ ഡിഫറൻസ് വരും. അപ്പോൾ പ്ലോട്ട് നോർമലി സ്റ്റീപ്പ് ആവുകയും ചെയ്യും, വൈഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഡീവിയേഷൻ സ്മോളർ ദ ഡീവിയേഷൻ ആകുമ്പം ആ ഒരു ഡിസ്പേർഷൻ ഫ്രം ദ മീൻ എന്തായിരിക്കും, കുറവായിരിക്കും. കൂടിക്കഴിഞ്ഞാൽ ഡിസ്പേർഷൻ കൂടുതലായിരിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് ഗ്രേറ്റർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗ്രേറ്റർ വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പേർഷൻ ഫ്രം ദ മീൻ ആൻഡ് സ്മോളർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദർ ഇസ് എ ഹയർ ഡിഗ്രി. സോ സ്മോളർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഹയർ ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി എമംഗ് ദ ഒബ്സർവേഷൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം ഡിഫറൻസസ് അത്ര ഡിഫറൻസ് ഉണ്ടാവില്ല. ഇപ്പം ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് 1, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്ലാക്ക് ഇൻഡെക്സ് ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് സ്കോർ കിട്ടിയിരിക്കുന്ന 1, 1.8, 1.9, 2, 2.1, 1.5 ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മീൻ ഒരു 1.2 ആയിട്ട് എടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ ഇതെല്ലാം വളരെ അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്. അപ്പം യൂണിഫോമിറ്റി ഇൻ ഒബ്സർവേഷൻസ് ആണ് അത് കാണിക്കുന്നത്. നമുക്ക് അത്ര സ്ക്യൂനസ് ഉണ്ടാവില്ല, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത്ര കുറവാണ്. സോ അത് തെറ്റാണും ശരിയാണെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് പല ഒബ്സർവേഷൻസിലും പല രീതിയിലും നമുക്ക് കിട്ടും വാല്യൂസ്, അത്രേ അത് പറയുന്നുള്ളൂ. യൂണിഫോമിറ്റി ഇൻ ഒബ്സർവേഷൻസ് ഉണ്ടോ ഇല്ലയോ, സ്ക്യൂഡ് ആണോ അല്ലയോ. ഗ്രേറ്റർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ ഡിസ്പേർഷൻ വളരെ കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ടു കമ്പയർ 2 or more സീരീസ് ഓഫ് ഡേറ്റ വിത്ത് either ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഓർ മാർക്ക് ഡിഫറൻസ് ഇൻ ദ മീൻ. ഓക്കെ, വളരെ മാർക്ഡ് ആയിട്ടുള്ള മീൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ഡേറ്റനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. കാരണം നിങ്ങളുടെ പൾസിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, മീനും അതായത് അരിത്മെറ്റിക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ആ ഫോർമുല പഠിക്കുക, S×1000/x. സോ S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, X എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ദർ ഇസ് എ ഗ്രേറ്റർ വേരിയേഷൻ ഇൻ ദ ഡേറ്റ. സോ ജസ്റ്റ് സ്റ്റഡി ദിസ് ഇക്വേഷൻ. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടെ. അപ്പം നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ എന്തിനാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ചെയ്യുന്നതെന്ന്. നമുക്കൊരു എൻറ്റയർ സെറ്റ് ഓഫ് ഡേറ്റ കണ്ടൻസ് ചെയ്ത് നമുക്ക് ആ ഒറ്റ വാല്യൂ കൊടുക്കണം ഇൻ ടേംസ് ഓഫ് മീൻ പ്ലസ് ഓഫ് മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഓഫ് റിപ്പോർട്ടിങ്ങും ഉണ്ട് കേട്ടോ. അതിപ്പോൾ പറയുന്നില്ല. ഇപ്പം നിങ്ങൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ റിപ്പോർട്ടിംഗ് മാത്രം നോക്കിയാൽ മതി. മീൻ പ്ലസ് ഓഫ് മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എൻറ്റയർ മാസ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ എൻറ്റയർ സെറ്റ് ഓഫ് ഡേറ്റേനെ നിങ്ങൾക്ക് അവിടെ കണ്ടൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ആ റേഞ്ച് അല്ലെങ്കിൽ ആ വേരിയേഷൻ എത്രയാണെന്ന് ആ ഒരൊറ്റ വാല്യൂ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്ലിയർ. ആൻഡ് നൗ വി ആർ മൂവിങ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഏരിയ, ഇതിലെ ഓരോ വാല്യൂസ്, ഇതിൻ്റെ വേറെ പേര് എല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി പറയുന്ന എല്ലാ സ്ലൈഡ്സും ഫുള്ളായിട്ട് പഠിച്ചോളൂ. ഓക്കെ, സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ വേറെ ഒരു പേരാണ് ഗോസിയൻ കർവ്. ഓക്കെ, അതാണ് നോർമൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ കാരണം ഒരു യൂണിഫോമിറ്റി നിങ്ങൾ കാണുന്നില്ലേ. സോ അതുകൊണ്ടാണ് അതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഹയസ്റ്റ് പീക്ക് ഈസ് ദ മീൻ. സോ ഹാഫ് ഓഫ് ദ ഒബ്സർവേഷൻസ് ലൈസ് എബവ് ആൻഡ് ഹാഫ് ബിലോ ദ മീൻ. അപ്പം ഫസ്റ്റ് പീക്ക്, ആ ഒരു സെൻറ്റർ പീക്ക് എന്ന് പറയുന്നത് മീനാണ്. ഓക്കെ, അവിടെ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് എല്ലാം ഈക്വൽ ആണ് ആ ഹയസ്റ്റ് പീക്കിൽ. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്തോട്ട് ഒബ്സർവേഷൻസ് ലൈ എബവ് ആൻഡ് അതിൻ്റെ ഇപ്പുറത്തോട്ട് ബിലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 140 കഴിഞ്ഞ് 150 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അതായത് 150ലാണ് പീക്ക് വരുന്നത്, 40 മേ ബി 45, ദാറ്റ് ഈസ് ദ പീക്ക്. വൈ ആക്സിസിൽ നോക്കും 45 ആൻഡ് എക്സ് ആക്സിസിൽ 150. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്തോട്ട് വരുന്നത്, അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 10. ഇപ്പോൾ നമ്മൾ അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിളാണ്. ഇപ്പം 100, 120 അങ്ങനെ പോയിട്ട് 150 ആണ് നമുക്ക് മീനായിട്ട് വരുന്നത്. അവിടെ മീനും മീഡിയനും മോഡും എല്ലാം ഈക്വലാണ്. അതിൻ്റെ ഒരു സൈഡിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ഇപ്പുറത്തുള്ളത് അതിനേക്കാളും കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ദിസ് ഈസ് എ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ കർവ്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, ദിസ് ഈസ് ഓൾവേസ് എ ബെൽ ഷേപ്ഡ് കർവ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് സിമെട്രിക്കൽ അബൌട്ട് ദ മിഡ് പോയിന്റ്. കാരണം ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഹാഫ് അതിലെ വാല്യൂസ് എല്ലാം അതിനേക്കാളും ചെറുത്, പിന്നെ
അതിനേക്കാളും വലുത്. ഓക്കെ, ആൻഡ് റിമെമ്പർ ദിസ് ടോട്ടൽ ഏരിയ ഓഫ് ദ കർവ് ഈസ് 1. ഇത് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഏരിയ ഓഫ് ദ ഗോസിയൻ കർവ്? ഇറ്റ് ഈസ് 1. ഓക്കെ, ആൻഡ് മീൻ അതിൽ മീൻ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, മീൻ ഈസ് 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 1. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. ഇന്ന ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇന്ന നോർമൽ കർവ് മീൻ ഈക്വൽ ടു 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 1. സോ ഇത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ അതൊരു കോൺസെപ്റ്റാണ്. മീൻ 0, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1, ഏരിയ ഓഫ് ദ കർവ് ഈസ് ഈക്വൽ ടു 1. അത് എങ്ങനെയാണ് വന്നത്, അത് എന്തുകൊണ്ടാണ് വന്നതെന്നൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ദഹിക്കില്ല. സോ ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ്. ഓക്കെ, നോർമൽ കർവ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ കർവായിട്ട് നമ്മളതിനെ സങ്കല്പിക്കുക. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. അവിടെ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്, അതായത് മീനും മീഡിയനും മോഡും കോയിൻസൈഡ് ചെയ്യണം ആ ടോളസ്റ്റ് പോയിന്റിൽ. ഓക്കെ, ആ പീക്കിനകത്ത് ഏരിയ അണ്ടർ ദിസ് കർവ് ഈസ് ഓൾവേസ് 1 ആൻഡ് മീൻ ഈക്വൽ ടു 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 1. Okay, and height of the curve is maximum at the mean and all the 3 measures of central tendency coincide. ഇതാണ് ഒരു നോർമൽ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. ഹൈറ്റ് മാക്സിമം അറ്റ് ദ മീൻ ആൻഡ് ഓൾ ദീസ് മീൻ മീഡിയൻ മോഡ് ഷുഡ് കോയിൻസൈഡ് ദർ. ഓക്കെ, ക്ലിയർ ആയല്ലോ അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത് ഒരുപാട് തവണ ചോദിക്കാറുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെ തന്നെ പഠിക്കുക. And the maximum number of observations is at the value of the variable corresponding to the mean. Okay, ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് ആ മീൻ ആ വാല്യൂലായിരിക്കും, മീൻ എന്ന് പറയുന്ന വാല്യൂലായിരിക്കും ഏറ്റവും നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വരുന്ന വാല്യൂസിനോട് അടുത്ത് തന്നെയായിരിക്കും നമുക്ക് അരിത്മെറ്റിക് മീനിൻ്റെ വാല്യൂവും കിട്ടുക. മനസ്സിലായോ? ഇപ്പം 5, 5.2, 5.4, അങ്ങനെ 5.3 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സംവെയർ നിയർ അറൌണ്ട് 5.1 ഒക്കെ ആയിരിക്കും നമ്മുടെ മീൻ കിട്ടുക. ഓക്കെ, ആൻഡ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഗ്രാജുവലി ഡിക്രീസസ് ഓൺ ഏതർ സൈഡ് വിത്ത് ഫ്യൂ ഒബ്സർവേഷൻസ് അറ്റ് എക്സ്ട്രീം പോയിന്റ്സ്. ഓക്കെ, രണ്ട് സൈഡിലും കുറയും, പോകുന്തോറും അങ്ങോട്ട് കുറഞ്ഞു വരും. അപ്പം എക്സ്ട്രീം പോയിന്റ്സിന് ഫ്യൂ ഒബ്സർവേഷൻസ് അറ്റ് ദ എക്സ്ട്രീം പോയിന്റ്സ്. ആ രണ്ടറ്റത്തും ചില എക്സ്ട്രീം ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ടാവും. മിക്കവാറും ആ അറ്റത്ത് ഒരു 1 or 3 ആയിരിക്കും, ഇപ്പുറത്തേക്ക് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ആ രണ്ട് ടെയിലോണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ അണ്ടർ ദിസ് കർവ് ഇസ് ഓൾവേസ് 1, മീൻ ഈക്വൽ ടു 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 1. ഓക്കെ, അപ്പോൾ അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. സോ നൗ നെക്സ്റ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ 3 കൈൻഡ് ഓഫ് ഡയഗ്രാംസ് കാണാം, 3 ടൈപ്പ് ഓഫ് ഡയഗ്രാംസ് കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ പോകുന്നതാണ്. ഓക്കെ, അതായത് ലെഫ്റ്റിലേക്ക് ഒരു കേർവ് വരുന്നതാണ് നെഗറ്റീവും, റൈറ്റിലേക്ക് കേർവ് വരുന്നത്, അതായത് റൈറ്റിലേക്ക് മീഡിയനും മീനും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ഡയറക്ഷനും, ലെഫ്റ്റിലേക്ക് മീനും മീഡിയനും ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ഡയറക്ഷനും. ഓക്കെ, അതായത് നെഗറ്റീവ്ലി സ്ക്യൂഡാണ് നെഗറ്റീവ് ഡയറക്ഷനുള്ളത്, പോസിറ്റീവ്ലി സ്ക്യൂഡാണ് പോസിറ്റീവ് ഡയറക്ഷനുള്ളത്. അപ്പം നടുക്കത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ നോർമൽ, അതായത് സ്ക്യൂ ഒന്നുമില്ല, കറക്റ്റായിട്ട് മീൻ മീഡിയൻ മോഡ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു റീസൺ എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസ് വരുമ്പം ഓക്കെ അത് നമുക്ക് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അപ്പം മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസ് വരികയെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡേറ്റ തന്നെ തരും. അപ്പോൾ അതിനകത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ് സ്ക്യൂഡ് ആണോ നെഗറ്റീവ് സ്ക്യൂഡ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മീനും മീഡിയനും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം വെൻ ഇറ്റ് ഈസ് മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ, മീനാണ് മീഡിയനേക്കാളും കൂടുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഒബ്സർവേഷൻ ഓർ ദ ഡാറ്റ സെറ്റ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്, അല്ലെങ്കിൽ റൈറ്റിലേക്കായിരിക്കും അതിൻ്റെ കർവ് പോകുന്നത്. ഓക്കെ, ആൻഡ് വെൻ ഇഫ് മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മീൻ, ഓക്കെ മീൻ ചെറുതാണ് മീഡിയൻ ആണ് കൂടുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ ഇമേജ് തന്നിട്ട് ഇത് നോർമൽ ആണോ സ്ക്യൂഡ് ആണോ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നും ചോദിക്കും. ഓക്കെ, അപ്പം ഇതെപ്പോഴും ഓർത്തിരിക്കുക. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ അല്ലെങ്കിൽ റൈറ്റ് സ്ക്യൂഡ് ആണെങ്കിൽ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഓർ ലെഫ്റ്റ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മീൻ, അല്ലെങ്കിൽ മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ. ക്ലിയർ? ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമുക്ക് ഏരിയ അണ്ടർ ദ കർവ്. ഓക്കെ, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഏരിയ അണ്ടർ ദ കർവ് ബിറ്റ്വീൻ എനി 2 points ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഇൻ ടേംസ് ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പം നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ പറഞ്ഞു ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട്
അത് തമ്മിലുള്ള റിലേഷനുമായിട്ട് നമുക്ക് ഏരിയ അണ്ടർ ദ കർവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ബിറ്റ്വീൻ എനി 2 points, ഏരിയ അണ്ടർ ദ കർവ് ബിറ്റ്വീൻ എനി 2 points ക്യാൻ റെപ്രസെൻറ്റ് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ചിട്ട് നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് ബിറ്റ്വീൻ എനി 2 points റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പിക്ചർ ഇതുപോലെ തന്നെ പഠിക്കുക, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ, ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാറും ഉണ്ട്. ഓക്കെ, സോ സെൻറ്റർ ലൈൻ ദാറ്റ് ഈസ് ദ മീൻ. ഓക്കെ, അപ്പം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓക്കെ അതിൻ്റെ ഡീവിയേഷനാണ്. ഓക്കെ, സോ റൈറ്റിലേക്ക് +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സോ സെൻറ്റർ 1 മീന്, അതിൻ്റെ റൈറ്റിലേക്ക് +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിൻ്റെ ലെഫ്റ്റിലേക്ക് -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ആ മീനിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും റിലേഷനാണ് നമ്മൾ ഈ ഒരു ഏരിയ അണ്ടർ ദിസ് കർവിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലസും വേണം മൈനസും വേണം. ഓക്കെ, അപ്പം ലെഫ്റ്റിലേക്കാണ് നെഗറ്റീവ്ലി ഉള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പം നടക്കുന്നത് മീന്, അപ്പുറത്തോട്ട് +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സോ അതാണ് ആ ഗ്രീൻ എന്ന് പറയുന്ന കളർ ചെയ്ത ഭാഗം. ഓക്കെ, സോ അപ്പം അതിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ, ഗ്രീൻ കളർ ചെയ്ത ഭാഗത്തിൻ്റെ മുകളിൽ 68% എന്നുള്ളത് കണ്ടോ? അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അതായത് ഗ്രീൻ കളർ ആയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മുടെ ഒബ്സർവേഷൻ്റെ 68.3% ഓഫ് ദ ഒബ്സർവേഷൻസ് അത് കവർ ചെയ്യും. ഓക്കെ, അപ്പം മീനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇറ്റ് കവേഴ്സ് 68.3% ഓഫ് ദ ഒബ്സർവേഷൻസ്. ആ 68.4നെയാണ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് 34ഉം 34ഉം ആക്കിയിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പം 68.4% ഇസ് കവേർഡ്. അതായത് ആ ഒബ്സർവേഷൻസ് മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇറ്റ് വിൽ കവർ 68.3% ഓഫ് ദ ഒബ്സർവേഷൻസ്. അല്ലെങ്കിൽ 68.3% ഓഫ് ദ ഒബ്സർവേഷൻസ് ആർ ലൈയിങ് അണ്ടർ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലിയർ ആയോ? ഇത് നമ്മൾ മീനിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും ടേംസിൽ ആ ഏരിയ അണ്ടർ ദ കർവ് നമ്മൾ പറയുകയാണ്. ഒബ്സർവേഷൻ എത്രത്തോളം കവേർഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വി ആർ ട്രൈയിങ് ടു എക്സ്പ്രസ്. ഓക്കെ, സോ 68% ലൈസ് അണ്ടർ ഓർ 68% ഓഫ് ദ ഒബ്സർവേഷൻസ് ആർ കവേർഡ് ബൈ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദറ്റ് ഗ്രീൻ കളേർഡ് ഏരിയ. സോ അടുത്ത് നിങ്ങൾ ബ്ലൂ കണ്ടോ, ലൈറ്റ് ബ്ലൂ ആയിട്ട് കളർ ചെയ്തിരിക്കുന്ന സംഭവം. ഓക്കെ, സോ അതെന്ന് പറയുന്നത് അപ്പം അത് 13.5ഉം അപ്പുറത്തും 13.5ഉം ഉണ്ട്. സോ നിങ്ങൾ നോക്കേണ്ടത് 13.5 + 34 + 34 + 13.5 അതെന്ന് പറയുമ്പം 95% ആയി. സോ ആ 95%, ഓക്കെ, നിങ്ങൾ ബ്ലൂ നോക്കണം ഗ്രീനും നോക്കണം കളേർഡ് ഏരിയ. സോ 95% ഓഫ് ഒബ്സർവേഷൻസ് ആർ കവേർഡ് അണ്ടർ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മനസ്സിലായോ? അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കവേഴ്സ് 95.4% ഓഫ് ദ ഒബ്സർവേഷൻസ്. അപ്പോൾ ഈ 64ൻ്റെ കൂടെ അപ്പുറം ഇപ്പുറമുള്ള 13.5ഉം ഇപ്പുറത്തുള്ള 13.5ഉം, ലെഫ്റ്റിൽ 13.5 ഉണ്ട്, റൈറ്റിലും 13.5 ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം വിൽ ഗെറ്റ് 95%. അങ്ങനെയാണ് മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 95% ഓഫ് ദ ഒബ്സർവേഷൻസ് കവേർഡ് ആവുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾ ഒരു വയലറ്റ് കളർ കണ്ടോ അപ്പുറത്ത്? സോ വയലറ്റ് കളറ് എത്രയാണ് നിങ്ങൾക്ക് ഡേറ്റ കാണുന്നുണ്ടോ? ഓക്കെ, ആ വയലറ്റ് കളർ 2.35%ഉം 2.35ഉം ആണ് രണ്ട് സൈഡിലും അല്ലേ? സോ അത് ഈ 95നോടും കൂടെ കൂട്ടുമ്പം 99.7% ആയി. ഓക്കെ, അപ്പോൾ എന്താ അത് ഉദ്ദേശിക്കുന്നത്? 99.7% ഓഫ് ഒബ്സർവേഷൻസ് ആർ അണ്ടർ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സെയിം സംഭവം തന്നെയാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻസിൽ പറഞ്ഞിട്ടുള്ളത്. സോ മീൻ +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കവേഴ്സ് 68.3% ഓഫ് ഒബ്സർവേഷൻ. Mean +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ covers 95.4% of observation, and mean +/- സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ covers 99% of the observations. എന്നുവെച്ചാൽ 99% of observations
ചെന്ന് വീഴുന്നത് മീൻ ±3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ അണ്ടറിലാണ്. ആ ഏരിയൻ്റെ അണ്ടറിലാണ് 99.7% ഒബ്സർവേഷൻസ് വീഴുന്നത്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ദീസ് ലിമിറ്റ്സ് ഓൺ either സൈഡ് ഓഫ് ദ മീൻ ആർ കോൾഡ് കോൺഫിഡൻസ് ലിമിറ്റ്സ്. ഓക്കെ, പേര് ഓർത്ത് വെച്ചോളൂ. ഈ അപ്പുറവും ഇപ്പുറവും കാണുന്ന മീനിൻ്റെ അപ്പുറവും ഇപ്പുറവും കാണുന്ന നമ്മൾ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് കോൺഫിഡൻസ് ലിമിറ്റ്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ലിമിറ്റ്സും കോൺഫിഡൻസ് ഇൻ്റർവെല്ലും ഒക്കെ വരുന്ന ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ദിസ് ഫോം ദ ബേസിസ് ഫോർ വേരിയസ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പം ഈ സംഭവമാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഞാനത് നേരത്തെ ഒരു ഹിൻറ്റ് തന്നായിരുന്നു. നമുക്ക് പി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പം ഈ ഒരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും വെച്ചിട്ടുള്ള ഏരിയ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇതാണ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസിൻ്റെ ബേസ്. ഈ നോർമാലിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷനും സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വെച്ചിട്ടാണ്. അതൊക്കെ മനസ്സിലായാൽ മാത്രമേ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഡേറ്റയ്ക്ക് വേറെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസും സ്ക്യൂഡ് ആയിട്ടുള്ളതിന് വേറെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസും ആണ്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ ഇനിയുള്ള സെഷൻസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇതാണ് സംഭവം. അപ്പം ഇപ്പം ഞാൻ കുറച്ച് ലാസ്റ്റ് ഒരു 5-6 സ്ലൈഡ്സിൽ പറഞ്ഞത് എൻറ്റയർ ഫുള്ളായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞത്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങളുടെ ഈ ഒരു ഇതിൽ അത് തലയിൽ കയറില്ല. സോ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് വിടാതെ പഠിക്കുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക, കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ വാല്യൂസ് ഒക്കെ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, സോ റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. സോ എന്താണ് സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് നോർമാലിറ്റി, എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ആലോചിച്ച് റിലേറ്റ് ചെയ്ത് പഠിക്കുക. സോ ദാറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഓക്കെ, ആൻഡ് വാല്യൂസ് യു ഹാവ് ടു ബൈ ഹാർട്ട്, നോ അതർ ഓപ്ഷൻ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഷൻ നാളെ കാണാം. ഓക്കെ, താങ്ക് യു.